ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അത് കാണാതെ ഇത് കാണുന്നവരാണെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വരിക, കാരണം ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേര് പിന്നെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെയും എനിക്ക് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവണില്ല, ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 10th പഠിച്ച പോലെയോ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത പോലെയോ ഒന്നുമല്ല എന്തായാലും നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നമുക്ക് ഈ നീറ്റ് പോലുള്ള എക്സാംസിന്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യണ ഒരു രീതി തന്നെ വേറെയാണ്. നമ്മൾ ബോർഡ് എക്സാമിന് എഴുതുന്ന പോലെ തിയറി പഠിച്ചുകൊണ്ട് പോയി ബോർഡ് എക്സാം എഴുതി എങ്ങനെയെങ്കിലും പാസ്സാകുക, ആ ഒരു ഇതല്ല നീറ്റിലേക്ക് വരുമ്പോൾ. എന്തായാലും നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്താലാണ് നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഡെയിലി പ്ലാനിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമ്മൾ ഒരു ദിവസം ഡേ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലാനിങ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു ദിവസം എങ്ങനെയാണ് പോകേണ്ടത് അത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതാണ്. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഈ പ്ലാനിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് എന്തൊക്കെ ഗോൾസാണ് ഇന്ന് അച്ചീവ് ചെയ്യാനുള്ളത്, ഒരു ദിവസത്തേക്ക് എന്തൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞു നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, നീറ്റ് പോലത്തെ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ നമുക്കിനി 8 മാസം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഉള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ കൺസെപ്റ്റിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസെപ്റ്റ്സ് ആദ്യം ക്ലിയർ ആയിരിക്കണം. ഫസ്റ്റ് റിപ്പീറ്റേഴ്സൊക്കെ ആകുമ്പോൾ എന്തായാലും കൺസെപ്റ്റ് കിട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആരും അതിനെക്കുറിച്ച് ആലോചിച്ച് വേറെ ചെയ്യേണ്ട. കാരണം എല്ലാവർക്കും ഇപ്പോൾ +1 +2 അത്യാവശ്യം ബേസുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, കൺസെപ്റ്റ് അവരുടെ കയ്യിൽ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ ബേസ് ഇല്ലാതെ വന്നവരാണെങ്കിൽ എന്തായാലും ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും ഈ റിപ്പീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം നമ്മൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു 3 months എന്ന് പറയുന്നത് എന്തിനായിട്ട് എടുക്കുക, നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ, ബേസ് നല്ല തറോ ആക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നല്ല, അതിന് ഇത്തിരി ടൈം കണ്ടെത്തുക തന്നെ വേണം. പക്ഷേ നമ്മൾ കൂടുതൽ ടൈംസും കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി എടുക്കുക. എല്ലാം നല്ല പോലെ ഇപ്പം എന്താ പറയുക, നല്ല സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക കൺസെപ്റ്റ്സ്. എന്നാൽ മാത്രമാണ് പിന്നീടായാലും നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുമ്പോൾ ഈ കൺസെപ്റ്റ്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ സമയം കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പ്രോബ്ലംസിലേക്ക് കുറച്ച് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടി കുറച്ച് കുറഞ്ഞ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകരുത്. കാരണം അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ടൈം എടുക്കുക എന്നുള്ളതല്ല, കൺസെപ്റ്റ്സ് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത് കൺസെപ്റ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറൊരു ടൈം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈമിൻ്റെ ഒരു ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇപ്പോൾ ക്ലാസ്സിൽ ആ ടൈം എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കൺസെപ്റ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കൂടുതൽ എടുക്കേണ്ടി വരില്ല. എന്തായാലും വായിച്ച് നോക്കാൻ ടൈം എടുക്കും, പക്ഷേ എന്നാൽ പോലും കൂടുതൽ ടൈം അതിന് വേണ്ടി നമ്മൾ കളയേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അപ്പോൾ മാക്സിമം ക്ലാസ്സിൽ തന്നെ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നാൽ തന്നെ നമുക്കൊരു നല്ലൊരു ടൈം ബെനിഫിറ്റാണ് അവിടെ കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അത് ജസ്റ്റ് റിവൈസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട് എന്നുള്ളൊരു ഇത് വരിക. അപ്പോൾ മാക്സിമം ക്ലാസ്സുകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യണം, നേടിയെടുക്കണം എന്ന് വാശിയുള്ള കുട്ടികളാണെങ്കിൽ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വലിച്ചെടുത്ത് നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഉള്ള ബെനിഫിറ്റാണ് നമുക്ക് പിന്നീട് അതിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് പിന്നെയും വീണ്ടും പഠിക്കുന്നതായി തോന്നുമ്പോഴാണ് നമുക്കതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നവരുണ്ടാവും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും നമുക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. മാക്സിമം നമുക്ക് ഒരു 1.5 മണിക്കൂർ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ടൈമിൽ നമ്മുടെ ചിന്തകൾ പല രീതിയിലൊക്കെ പോകും. പക്ഷേ ആ പോയ ടൈമിൽ പോയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് വന്ന് ബാക്കിയുള്ളത് ശ്രദ്ധിക്കാൻ നോക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വിട്ടുപോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആ ടൈമിൽ കുറച്ച് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ, ആ എവിടെയാണോ വിട്ടുപോയത് അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ വീണ്ടും എഫേർട്ട് എടുക്കുന്നത് പോലെയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ടൈമിൻ്റെയും അത്ര വലിയ പ്രശ്നം വരില്ല. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാത്രം നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവരായിക്കോട്ടെ, എല്ലാവരുടെയും ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രോബ്ലംസ് കാണുമ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും ഫിസിക്സ് ഫസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഐഡിയ ഉണ്ടാവണം എന്നില്ല, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാക്ടീസിലൂടെ തന്നെ ആദ്യമായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഈസി ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു കോൺഫിഡൻസ് കിട്ടും, നന്നായിട്ട് ചെയ്തു പോകാൻ സാധിക്കും. പക്ഷേ ഒരു ടഫായിട്ടുള്ള ചാപ്റ്റർ വന്നാൽ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ അത് പ്രാക്ടീസിലൂടെ ശരിയാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും പ്രാക്ടീസിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു എങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ അപ്രോച്ച് ചെയ്യുക, അത് ഓരോ ക്വസ്റ്റ്യനനുസരിച്ച് നമുക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ചിലത് നമുക്ക് എത്ര ആലോചിച്ചാലും കിട്ടണമെന്നില്ല. അത് ആ ടൈമും എല്ലാം അതിനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അങ്ങനെ ആവണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് കത്തുന്നതായിരിക്കും, ചിലത് നമുക്ക് കത്താത്തതായിരിക്കും. അതെല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്ത് പിന്നെ കിട്ടിയില്ലെങ്കിലും ഓക്കെ, റിപ്പീറ്റ് ഫേസ് 1 ഇയർ നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാക്സിമം പഠിച്ച് തന്നെ പോവുക. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ സാർമാരോട് ചോദിക്കുക, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരില്ല. വീണ്ടും ആ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അന്ന് ഞാൻ അപ്രോച്ച് ചെയ്തത് എന്ന് നമുക്കൊരു ഐഡിയ കത്തും. അപ്പോൾ അതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്, ഞാൻ ഉൾപ്പെടെ ചെയ്തിരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ലെക്ചർ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കാതിരിക്കുന്നത് എന്നുള്ളത്. സാർ എന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള കുട്ടികൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കാൻ ഒരു മടി കാണും. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ എക്സാമിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ വെച്ച് ഒരു ഡൗട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരെടുക്കുന്നത് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുകയോ ചെയ്താൽ അപ്പം തന്നെ ചോദിച്ചോളണം. കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതില്ല, നമുക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. ബട്ട് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും, പിന്നെ സാറെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ച് ഒരിക്കലും അത് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ വീട്ടിൽ പോകരുത്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ അത് നമുക്ക് വേറെ ആര് പറഞ്ഞു തന്നാലും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ തന്നെ അവിടെ വെച്ച് ക്ലിയർ ചെയ്താൽ നമുക്കത് ഭയങ്കര വലിയൊരു ബെനിഫിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ ചോദിക്കാതിരിക്കരുത്. കാരണം അവരൊന്നും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഹോളിൽ അവരാരെയും നമുക്ക് കാണാൻ പറ്റില്ല, അവരാരും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഡൗട്ട് നമ്മളിൽ ഒതുങ്ങാതെ അത് ഒച്ചയിൽ ചോദിച്ചാൽ മറ്റുള്ളവർക്കും കൂടി പ്രയോജനമുള്ള കാര്യമാണ്. അപ്പം അവർക്കും ചിലപ്പോൾ അതുപോലെയുള്ള ഡൗട്ട് ഉണ്ടാവും, അവരും ചോദിക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡൗട്ട് വന്നാൽ നിങ്ങൾ ചോദിക്കാണ്ടിരിക്കരുത്. മാക്സിമം അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം യൂസ് ചെയ്തിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്സ് തന്നെയായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറെ ബുക്സിലേക്കൊക്കെ പോയത്. ഇത് ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് തോന്നിയ ബുക്സാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഫിംഗർ ടിപ്സ് ചെയ്യുമായിരുന്നു. പിന്നെ ചെയ്തത് ദിശ എന്ന് പറഞ്ഞ ബുക്കാണ്. ദിശ അത്യാവശ്യം നല്ല ഡെപ്തുള്ള ബുക്കാണ്, JEE മെയിൻസ് ലെവലിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ലെവലുള്ളതാണ്. കാരണം മെയിൻസ് അങ്ങനത്തെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു വേർഷനാണ് ദിശയുടെ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ബുക്സ് തന്നെയാണ് കൂടുതലും യൂസ് ആക്കിയിരുന്നത്. ശേഷം മാത്രമാണ് പിന്നെ പുറത്തുള്ള ബുക്സ്, പിന്നെ മാക്സിമം NCERTയിലുള്ള എക്സസൈസ് അങ്ങനെ ഫിസിക്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കെമിസ്ട്രിയിലാണെങ്കിൽ ഞാൻ NCERTയുടെ ബാക്ക് എക്സസൈസ് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ NCERT എക്സസൈസിൻ്റെ ആ ഒരു ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ബുക്സായിട്ട് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. മാക്സിമം അങ്ങനെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
കാരണം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ റിവൈസ് ചെയ്ത് നോക്കുക. ആ ഒരു കൺസെപ്റ്റ്സ് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്ത് വന്നാൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻസ്റ്റിറ്റ്യൂഷൻ ബുക്സ് തന്നെ ധാരാളമായിരിക്കും, അതിനുശേഷം മറ്റ് ബുക്സിലേക്ക് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായിരിക്കും നല്ലത്. കൂടുതൽ കുറേ ബുക്സ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനൊരു നല്ലത് നമ്മൾ കുറച്ച് ബുക്സ് എടുക്കുക, അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുന്നതും നല്ല ബെനിഫിറ്റാണ്. കാരണം ആ ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ക്ലിയർ ആയി പോകുന്ന ഒരു മെത്തേഡാണ് അതിലൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാക്സിമം എക്സാംസ് ഒക്കെ എഴുതാൻ ശ്രമിക്കുക. എക്സാംസിലൂടെ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാംസിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ സൈലത്തിൽ വെച്ചാണെങ്കിൽ ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഓരോ എക്സാംസിൻ്റെ സമയത്തും ഇപ്പോൾ വലിയ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഈ ചെറിയ ചെറിയ ചാപ്റ്റർ വൈസിൻ്റെയും പിന്നെ ഡെയിലി ടെസ്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഏതൊക്കെ ചാപ്റ്ററാണ് ഉള്ളത് നോക്കിയിട്ട് ആ ചാപ്റ്ററിൻ്റെ നോക്കി നമ്മൾ പിന്നെ റിവൈസ് ചെയ്യുമായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെയൊക്കെ പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് എക്സാമിൻ്റെ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നു. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് കിട്ടാതിരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴി എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എക്സാംസിൽ സ്കോർ ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതുന്നപ്പോൾ കിട്ടാതിരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ എക്സാം എഴുതിയപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിട്ടളയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കത് ലക്കിന് കിട്ടിയതായിരിക്കും, നമുക്ക് കൺസെപ്റ്റ് ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ കിട്ടിയതായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് വിട്ടളയാൻ പാടില്ല. നമ്മൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് നോക്കിയാൽ അത് കിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനൊരു മിസ്റ്റേക്ക് ബുക്ക് അല്ലെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് ഉണ്ടാക്കിയിരുന്നു. അടുത്ത് ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ വലിയ എക്സാംസ് GIB പോലുള്ള എക്സാംസ് അല്ലെങ്കിൽ കുറേ ക്യുമുലേറ്റീവായിട്ട് വരുന്ന എക്സാംസിൻ്റെ മാർക്സ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ എക്സാംസ് നടക്കുമ്പോഴും അതിനെല്ലാം കിട്ടിയ മാർക്സ് ഞാൻ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരായിട്ടല്ല ഒരിക്കലും കമ്പയർ ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ ഇതിൽ നിന്ന് എത്ര മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതെന്നെ നന്നായിട്ടൊരു മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവഴി എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ എക്സാമിലും നമുക്ക് കയറി വരുന്നത് കാണുമ്പോൾ എനിക്ക് അടുത്ത എക്സാമിൽ ഇത്രത്തോളം എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ വലിയ എക്സാംസുകളുടെ മാർക്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതെൻ്റെ ഫസ്റ്റ് GIBയുടെ മാർക്കായിരുന്നു, 645 ആയിരുന്നു. പിന്നെ സെക്കൻഡ് GIB എത്തിയപ്പോഴേക്കും അത് 660 മാറി. പിന്നെ തേർഡ് GIB എത്തിയപ്പോഴേക്കും 684 മാറി. അങ്ങനെ ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരുന്നത്. അങ്ങനെ നമുക്ക് 12ഓളം GIBs നടന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഞാൻ മാക്സിമം സ്കോറൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേലും കുറഞ്ഞു പോകും. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ്സും പിന്നെ ലെങ്തി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇടയ്ക്കൊക്കെ കുറഞ്ഞു പോകും. പക്ഷേ അതൊരിക്കലും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അടുത്ത എക്സാമിൽ വരുമ്പോൾ എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സങ്കടം തോന്നുമെങ്കിലും പക്ഷേ അടുത്ത എക്സാമിൽ പിടിക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ഇനിയും കൂട്ടണം എന്നുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ബയോളജിക്കാണെങ്കിൽ പോലും ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. കാരണം ഒരു ക്യുമുലേറ്റീവ് എക്സാം വരുന്ന സമയത്ത് ഒരു 20-25 ചാപ്റ്റേഴ്സോളം നമ്മുടെ കയ്യിലുണ്ടാവും, നമുക്ക് പഠിക്കാനുണ്ടാവും. എന്തായാലും 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ ഒന്നും അത്രയും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് കവറപ്പ് ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു ചാപ്റ്റർ ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. കണ്ടോ, ഇതൊരു ചാപ്റ്ററാണ്. അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ അങ്ങനെ ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ അതും എനിക്ക് നല്ല ഉപകാരമായിരുന്നു. കാരണം എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമുക്ക് കവറപ്പ് ചെയ്യണ പോലെ തോന്നും. പിന്നെ ബയോളജി നമ്മൾ എത്ര ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയാലും നമുക്കൊരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യും. കാരണം ഒരു ചാപ്റ്റർ ഫുള്ള് വായിച്ചാലാണ് ബയോളജി കവറപ്പ് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അത്രയും വായിച്ച് കഴിഞ്ഞു ആ ഒരു ചാപ്റ്ററിൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ എന്തായാലും ആ ഒരു ചാപ്റ്റർ NCERT ഫുള്ള് വായിച്ചാലാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ. അപ്പോൾ അതിനേലൊക്കെ നല്ലത് ബയോളജിക്കും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക്
എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഇത് വരും. പിന്നെ നമുക്കറിയാം കൂടുതൽ ബയോളജിയിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറ്. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് വായിക്കണം എന്ന് നിർബന്ധമാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഫിസിക്സിനും കെമിസ്ട്രിക്കും ആയാലും എനിക്ക് ഇക്വേഷൻ ബുക്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന ബുക്ക് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ബുക്കുകളാണ് കേട്ടോ എല്ലാം. അപ്പം അതെല്ലാം ഇപ്പം എൻ്റെ കയ്യിലില്ല. എല്ലാം ഞാൻ വേറൊരു കുട്ടിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സമയമില്ലാത്തവരാണെങ്കിൽ ഞാനൊന്നും പറയണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും നല്ലതായിരിക്കും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് അത് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ എൻ്റെ റൂംമേറ്റ്സിനായാലും ഞങ്ങൾ എങ്ങനെ എക്സാമിൻ്റെ മുന്നേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇക്വേഷൻസ് എല്ലാം വായിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് ആ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ വേറെ ആൾക്കാരും കൂടി പറയുന്നത് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിലായതുകൊണ്ട് ചെയ്തിരുന്നതാണ്. എക്സാമിന് മുന്നേ ഞങ്ങൾ റൂംമേറ്റ്സ് ഇരുന്നിട്ട് ഒരുമിച്ച് ഇക്വേഷൻസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് കിട്ടും. ആദ്യം നമുക്ക് പിന്നെ ഫ്രണ്ട്സായിട്ട് ഇരുന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു ഇത് കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങൾ മാക്സിമം അതെല്ലാം മാറ്റിയിട്ട് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ എക്സാമിൻ്റെ ഈ തലേദിവസം ഇങ്ങനെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് മതിയായി എന്നുള്ളൊരു ഫീൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടും. എന്നിട്ട് ഈ ഇക്വേഷൻസ് വെറുതെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടൈം അവിടെ ബെനിഫിറ്റ് ആയിരുന്നു. വേറെ എക്സ്ട്രാ ടൈമായിട്ട് പോകുന്നില്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു റെസ്റ്റിംഗ് ആയി അതിൻ്റെ കൂടെ പഠിത്തമായി എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് റൂംമേറ്റ്സിന് നീറ്റിൻ്റെ ഇതിൽ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സും നമ്മളെ നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഒരു ഘടകം ആണെന്ന് തന്നെ പറയാം. പിന്നെ എത്രയൊക്കെ മടുത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും പഠിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ബ്രേക്സ് ഒക്കെ എടുക്കുക. ഒരു നല്ലൊരു ബ്രേക്ക് എടുത്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ടേബിളൊക്കെ ഒന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കി പ്ലാന്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ ടേബിളൊക്കെ എപ്പോഴും റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പുതിയൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അപ്പോൾ പിന്നെയും പഠിക്കാനുള്ളൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മടുക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ എത്ര പറഞ്ഞാലും നമുക്കൊരു ഡെസ്പൊക്കെ വല്ലപ്പോഴൊക്കെ ഫീൽ ചെയ്യും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാം. അപ്പോൾ അവരെക്കാൾ വലിയൊരു സപ്പോർട്ട് നമുക്ക് തരാൻ ആ ഒരു സിറ്റുവേഷനിൽ മറ്റാരെ കൊണ്ടും പറ്റില്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കുക. പിന്നെ ഫ്രീ ടൈമിൽ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കാൻ നോക്കുക, കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തമാശക്കാണെങ്കിൽ പോലും ഞങ്ങൾ എൻ്റെ അവിടെ ഹോസ്റ്റലിൽ റെന എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഹോസ്റ്റലിൽ മെസ് ടൈമിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ റാൻഡമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പഠിക്കാനുള്ള ടോപ്പിക്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കെപ്ലേഴ്സ് ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ നോൺ റിലേറ്റഡ് ആയിരിക്കും മൊത്തം. പക്ഷേ നല്ല രസമായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ. അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും അതെല്ലാം നമുക്ക് ബെനിഫിറ്റ് ആയല്ലോ എന്നോർക്കുമ്പോൾ ഒരു സന്തോഷവുമുണ്ട്. പിന്നെ പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാംസിൻ്റെ ഇടയിൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ടൈം കാരണം എന്നൊക്കെ തോന്നും. അത് ചില എക്സാംസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം കുറേ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാനും അത് മനസ്സിലാക്കി ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് എക്സാംസിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ മാക്സിമം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ നോക്കുക. പ്രാക്ടീസിലൂടെ തന്നെയാണ് നമുക്ക് എക്സാംസിൽ ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അത് നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് തന്നെയാണ് എല്ലാവരും ഈ പറയുന്നതും എക്സാംസ് എഴുതി മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും തന്നെ എക്സാംസ് എഴുതിക്കോ എന്ന് പറയുന്നത് ഈ ടൈം മാനേജ്മെൻറ്റ് ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സാം അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എഴുതുമ്പോൾ എന്തായാലും നമുക്ക് ടെൻഷനും ഇതൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഇതും നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മാക്സിമം എക്സാംസ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ നീറ്റ് ഫേസ് കൊണ്ടുപോയിരുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് വല്ല കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. പിന്നെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ വേറെ എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും കൂടി നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ അതിനുള്ള വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ
ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നീറ്റ് എൻ്റെ ജേർണീനെ കുറിച്ചിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ വല്ലതൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറയേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. പറ്റുള്ളൂ. ടാറ്റാ.